ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് മുട്ട വരിഞ്ഞ് പൊരിച്ചതെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്ന ഐറ്റം തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നോമ്പിനൊക്കെ മിക്ക ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു മുട്ട വരിഞ്ഞ് പൊരിച്ച്. അതുപോലെ തന്നെ പണ്ടൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താക്കുമെന്ന് വെച്ചാൽ മുട്ടയുടെ പുഴുങ്ങാനിടും ഈ ഒരു വരിഞ്ഞ് പൊരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്രയും സിമ്പിളുമാണ്, എന്നൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട വരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കണം, പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള മുട്ട വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 വെക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഓവർ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര അങ്ങനെ ഹാർഡാക്കി എടുക്കണ്ട കേട്ടോ മുട്ട. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓവർ ഹാർഡ് ആവാനും പാടില്ല, എന്നാൽ ഓവർ സോഫ്റ്റ് ആവാനും പാടില്ല. ആ ഒരു കണക്കിന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലപോലെ മുട്ടയൊക്കെ റെഡിയായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ മുട്ട തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുട്ട വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ നീളത്തിൽ താഴോട്ടേക്ക് വരഞ്ഞു കൊടുക്കാം. ഒരു 3-4 സ്ഥലത്തായിട്ട് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനാണ് കേട്ടോ പറയുന്നത് മുട്ട വരിഞ്ഞു പൊരിച്ചത്, വരയിട്ട് പൊരിക്കുക. അതിനാണ് നമ്മുടെ ഭാഗത്ത് വരിഞ്ഞു പൊരിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ട കരന്ന് പൊരിച്ചതെന്നും പറയും കേട്ടോ. ചില ഏരിയയിലെല്ലാം കരന്ന് പൊരിക്കുക എന്ന് പറയുന്നത് കര ഇട്ട് കൊടുക്കുക, അതായത് വര ഇട്ട് കൊടുക്കുക. അതിനാണ് കരന്ന് പൊരിച്ചതെന്നും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല രസമില്ല ഇങ്ങനെ നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ, നല്ല രസമായിട്ടാ. അപ്പോൾ പേരൊന്ന് കമൻറ്റ് ചെയ്ത് എനിക്കും കൂടി അറിയാമല്ലോ, ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കുമല്ലോ അല്ലേ പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇതുപോലെ വരയിടുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങ് താഴെയോളം വരയിട്ടരുത് കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിപ്പോവും. നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരയിട്ട് കൊടുക്കുക. നമുക്ക് ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ മുട്ട മൊത്തത്തിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറിയൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ മുട്ടയിൽ അത്യാവശ്യം മസാല വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അളവ് കൂട്ടണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് കേട്ടോ. ഒരുപാടൊന്നും ചേർക്കണ്ടേ, മുട്ടയിൽ പെട്ടെന്ന് തന്നെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നല്ല ഫ്ലേവറൊക്കെ ഈ ഒരു മസാലയിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഞെരടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഇതുപോലെ ആദ്യം തന്നെ കുറച്ച് ഒഴിക്കുക കേട്ടോ. കാരണം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോകും നമ്മുടെ മസാല. നല്ല തിക്കായിട്ടുള്ള മസാല വേണം ഇതിൽ പുരട്ടി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊരു തിക്കായിട്ടുള്ള മസാലയാക്കിയിട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ ഇതുപോലെ ഞാൻ മസാല റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു തിക്നെസ് തന്നെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമ്മൾ മുട്ട വരയിട്ട് വെച്ചില്ലേ, ആ ഒരു മുട്ടയൊക്കെ ഈ ഒരു മസാലക്കൂട്ടിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും നമ്മുടെ മസാല എത്തിക്കിട്ടുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ പുരട്ടി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ പുരട്ടി കൊടുക്കണം, എങ്കിലേ നല്ലപോലെ മസാല പിടിച്ച് കിട്ടുള്ളൂ. ജസ്റ്റ് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാലും ആ ഒരു വരയിലൊന്നും മസാല പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇതാ നമ്മുടെ മൊത്തത്തിൽ മുട്ടയൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. സമയം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് സാധനം നമ്മൾ മസാല റെഡിയാക്കിയിട്ട് വെക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈം നോക്കിയിട്ട് ചെയ്താൽ മതി.
അപ്പോൾ ഞാൻ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട വരിഞ്ഞ് വെച്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇതുപോലെ പൊരിക്കാൻ നേരത്ത് ഒരുപാട് എണ്ണ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മുട്ടയുടെ മുകളിലുള്ള മസാല കിട്ടില്ല. എണ്ണ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ മസാല മൊത്തത്തിൽ എണ്ണയിലേക്ക് പോയി പോകും. അപ്പോൾ ഇതുപോലെ ഒരല്പം നമ്മുടെ പാൻ ഒന്ന് നനയാൻ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിക്കില്ല, അങ്ങനെ മാത്രം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മസാലയോട് കൂടി തന്നെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ സിമ്പിളാണ്. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മസാല കാണില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോടി സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്ര എടുത്തു പറഞ്ഞത്. അങ്ങനെ മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓവർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കണ്ട കേട്ടോ. കാരണം ഇത് ഒരുപാട് ഇങ്ങനെ കുക്കാവാനൊന്നും ഇല്ലല്ലോ. നമ്മുടെ മസാലയുടെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിൽ തന്നെ വെക്കുക, മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിക്കിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മറിച്ചും തിരിച്ച് പെട്ടെന്ന് ഇട്ടിട്ട് എടുക്കുക. അല്ലെങ്കിൽ പാന് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ മസാല മൊത്തത്തിൽ അതിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, എണ്ണ കുറവ് ഒഴിച്ചത് കൊണ്ട് കണ്ടില്ല എൻ്റെത് മസാല ഒന്നും പോയി പോകുന്നില്ലല്ലോ, മൊത്തത്തിൽ ആ ഒരു മുട്ടയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മുട്ട വരിഞ്ഞ് വെച്ചത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഡിന്നറിൻ്റെ കൂടെയൊക്കെ ആയാലും വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുട്ട മാത്രം മതി കേട്ടോ. കാരണം ചെറിയൊരു മസാല കൂട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഓവർ ലോ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല. ഓവർ ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട വരിഞ്ഞ് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ മസാലയൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നിക്ക് ഇങ്ങനെ പാൻ കൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച്, ഏതാണ് നിങ്ങൾക്ക് ചെയ്യില്ല അതുപോലെ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകം വീണ്ടും ഞാൻ എടുത്ത് പറയുക, എണ്ണ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും കേട്ടോ. ആ ഒരു മസാലയൊക്കെ പോയി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മൊത്തത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, കാണാൻ ഭയങ്കര മൊഞ്ചാണ് കേട്ടോ. പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനാണെങ്കിൽ അതിനേക്കാളും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്